ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. സീതയുടെ തിരോധാനം. തൽക്കാലേ സീതാദേവി തന്നെ പുത്രന്മാരൻ മുൽക്കാമ്പിലറിഞ്ഞിതു രാഘവൻ തിരുവടി. ഗോമതീ തീരെ വാഴും വാൽമീകി തന്നെ കാൺമാൻ രാമഭദ്രനും ഒരു ദൂതനെ നിയോഗിച്ചാൻ. ജാനകീദേവി ശുദ്ധയെങ്കിൽ കൈക്കൊള്ളാമല്ലോ, നാനാലോകരും കാൺകെ പ്രത്യയം ചെയ്തിടണം എന്നതു ദൂതൻ ചൊന്ന നേരത്തു വാൽമീകിയും നന്നിതു നാളെ തന്നെ സത്യം ചെയ്യിക്കാമല്ലോ എന്ന് വാൽമീകി അരുൾ ചെയ്തതു കേട്ടു ദൂതൻ വന്നു രാഘവൻ തന്നോടുണർത്തിക്കയും ചെയ്താൻ. ഉണ്ടല്ലോ നാളെ സീതാശപഥം മഹാജനം, കണ്ടുകൊള്ളണമതു തപസ്സാദികളെല്ലാം എന്നതു കേട്ടു മഹാലോകരും പ്രശംസിച്ചാർ. വന്ദ്യനാം വാൽമീകിയും ആദരാൽ പുറപ്പെട്ടാൻ. ശ്രീ ഭഗവതിയോടും വിരിഞ്ചൻ വരും പോലെ താപസോത്തമൻ സീതാദേവിയുമായി വന്നാൻ. ഭാരതിൽ കുലനാരീവരമാരിവളോട് നേരായി കാൺമാനില്ല കേൾപ്പാനുമില്ല നൂനം എന്നെല്ലാം പ്രശംസിച്ചാർ. കണ്ടു നിന്നവരെല്ലാം അന്നേരം വാൽമീകിയും രാഘവനോട് ചൊന്നാൻ. സത്യമെന്നിയെ പറഞ്ഞറിവില്ലൊരു നാളും പൃഥ്വിനന്ദനയായ ജാനകി ദേവിക്കേതും ഭൂഷണമില്ലെന്നൊരു സത്യം ഞാൻ ചെയ്തിടുവൻ. ദോഷമാർമണിയായ ലക്ഷ്മിയായതുമിവൾ നിനക്ക് ശങ്ക തീർന്നില്ലെങ്കിലോ നീ ചൊല്ലിയാൽ അനർത്ഥം കൂടാതെ കണ്ടവൾ താനറിയിക്കും. നിന്തിരുവടി പറഞ്ഞാൽ അത് തന്നെ മതി, ചിന്തിച്ചു കണ്ടാൽ ഇതിന്മീതേ ഇല്ലൊരു സത്യം. അഗ്നിദേവനും മഹാദേവനും വിരിഞ്ചനും അന്യദേവന്മാരും ഇതെന്നോട് ചൊന്നാരല്ലോ. അന്ധനായി വിചാരമില്ലായകയാൽ ഉപേക്ഷിച്ചേൻ, നിന്തിരുവടിയത് പുറത്തു കൊള്ളേണമേ. മുറ്റും ഞാൻ അപവാദം പേടിച്ചു തന്നെ ചെയ്തേൻ, കുറ്റമില്ലിവൾക്കെന്നതറിയാഞ്ഞല്ലയല്ലോ. ഇന്നിനി മഹാജനമറിയുമാറു സത്യം തന്നെയാമിവൾ ചെയ്തിട്ട് അപവാദം തീർപ്പാൻ. അന്നേരം ബ്രഹ്മാവാദിയായുള്ള ദേവഗണം വന്നൊക്കെ നിറഞ്ഞിതാകാശാന്തേ വിമാനാഗ്രേ. മാനുഷജനങ്ങളും രാക്ഷസപ്രവരരും വാനരന്മാരും മുനിവം ദന്തവും ദ്വിജന്മാരും വന്നൊക്കെ നിറഞ്ഞപ്പോഴുണ്ടായതൊരു ചിത്രം. മന്ദനായി ശൈത്യ സൗരഭ്യാദിയാം ഗുണത്തോടും വന്നൊരു സമീരണൻ വീശിനാനെല്ലാടവും. വന്നൊരാനന്ദം പൂണ്ടുമേവിനാരെല്ലാവരും. സീതയുടെ പാതാളഗമനം. പരമഗുണവതിയാകിയ സീതയപ്പോൾ വരനെ തന്നെ നോക്കി കണ്ണുനീർ വാർത്തു വാർത്തു ഖേദമെത്രയും നിറഞ്ഞുള്ള മാനസത്തോടും മേദിനീ പുത്രി പറഞ്ഞിടിനാളതു നേരം. സത്യം ഞാൻ ചൊല്ലിയിടുന്നതെല്ലാരും കേട്ടുകൊള്ളുവിൻ. വൃത്തമൻ 14 പേരുമുണ്ടറിഞ്ഞിട്ടു ഭർത്താവു തന്നെയൊഴിഞ്ഞന്യ പുരുഷന്മാരെ ചിത്തത്തിൽ കാക്ഷിച്ചേനില്ലേകഥാ മാതാവേ ഞാൻ. സത്യമിതെങ്കിൽ മമ നൽകിയിടൊരനുഗ്രഹം സത്യമാതാവേ സകലധാരഭൂതേ നാഥേ. തൽക്ഷണേ സിംഹാസനഗതയായി ഭൂമി പിളർന്ന ക്ഷീണാതരം സീതയെ തന്നെയും എടുത്തുടൻ സസ്നേഹം ദിവ്യരൂപം കൈക്കൊണ്ടു ധരാദേവി രത്നസിംഹാസനെ വെച്ചാശു കീഴ്പോട്ടുപോയാൾ. വിശ്വമാതാവു പാതാളാന്തേ പോയി മറഞ്ഞപ്പോൾ വിശ്വവും നിശ്ചഞ്ചലമായി തന്നേരം തന്നെ. വിസ്മയപ്പെട്ടു നിന്നാർ കണ്ടൊരു ജനമെല്ലാം, സസ്മിതം പുഷ്പവൃഷ്ടി ചെയ്തു ദേവകളെല്ലാം. കണ്ണുനീർ വാർത്തു വാർത്തു കുമ്പിട്ടു നിന്നിടിനാൻ മന്നവൻ താനും അരനാഴിക നേരം. പിന്നെ വന്ന കോപത്തോടു ചൊല്ലിയിടിനാൻ രാമൻ ഭൂമി തന്നോട്,
മമ മതമെന്തെന്നു ധരിക്കാതെ എന്നുടെ മുമ്പിൽ നിന്ന് സീതയെ കൊണ്ടുപോയത് അന്യായമെന്ന് വരുത്തിയിടുവനതുനാ ഞാൻ. ഭൂതലം ജലമയമാക്കുവൻ ഇന്നേ മുതൽ. ഭൂതങ്ങൾ നാലേയുള്ളു ന്യൂനമെന്നാക്കിയിടുവൻ. ക്രുദ്ധനായി രാമചന്ദ്രനിത്തം ചൊന്നതു നേരം സത്വരം പരിത്രസ്തമായതു ഭുവനവും. അന്നേരം പ്രജാപതി താനും ദേവകളുമായി വന്നിതു ചതുർമുഖൻ രാമചന്ദ്രോപാന്തത്തിൻ. പത്മലോചനൻ വീണു നമസ്കാരവും ചെയ്തു പത്മസംഭവൻ താനും അരുളി ചെയ്താനപ്പോൾ. എന്തൊരു ബന്ധമിത്ര കോപമുണ്ടാവാനിപ്പോൾ. ചിന്തിച്ചു കാൺക നീ ആരെന്നതു പരമാർത്ഥം. വൈദേഹിയോടും കൂടി മേലിലും വാഴാമല്ലോ. ഖേദവും കൂടാതെ കണ്ടാനന്ദ സമന്വിതം. മുഖ്യമാം മനുഷ്യ ജന്മത്തിങ്കലെല്ലാവർക്കും ദുഃഖ സൗഖ്യങ്ങളിട കലർന്നുണ്ടറിക നീ. വാൽമീകി ചൊന്ന കാവ്യമാകിയ രാമായണമാമോദം വരുമാറു ശേഷവും കേട്ടിടു നീ. എന്നാൽ നിന്നുടെ മായാമോഹമെല്ലാമേ നീങ്ങും എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ വിധാതാവും. മാധുര്യമോടു കുശലവന്മാർ ഗാനം ചെയ്താർ സാമോദം രാമായണം കേട്ടിതു സമസ്തരും. അത്ഭുതമവപ്രദസ്നായ ഘോഷങ്ങൾ ചൊൽവാൻ സർപ്പരാജനും പണിവാഗ്ഭംഗി പോരായല്ലോ. നാനാദേശന്മാരായ രാജാക്കന്മാരെയെല്ലാം ആനന്ദിപ്പിച്ചു പറഞ്ഞയച്ചു രഘുവരൻ. സുഗ്രീവാദികളായ വാനരരെയും തഥാ രാക്ഷസ പ്രവരനാകും വിഭീഷണനെയും ഭക്തനാം ജഗൽപ്രാണപുത്രനെ വിശേഷിച്ചും ചിത്താനന്ദേന യാത്ര വിധിച്ചോരനന്തരം താപസതിച്ച വരന്മാരെയും അയച്ചതി ശോഭയോടയോധ്യയെ പ്രാപിച്ചു പടയോടും. ധർമ്മേണ ജഗത്രയം പാലിച്ചു വാഴും കാലം അമ്മമാർ പരലോകം പ്രാപിച്ചാരെല്ലാവരും. പൈതൃക കർമ്മം മുതാ ചെയ്തതു പുത്രന്മാരും ഭൂദേവന്മാർക്കു ധനരത്നങ്ങൾ ദാനം ചെയ്തും. അമർത്യാലേ ദശരഥനോടൊരുമിച്ച് ജമിച്ചു വാണിടിനാരവരും ചിരകാലം. അങ്ങനെ രാമാദികൾ വാഴുന്നാളൊരു ദിനം മങ്ങാത ഗജാശ്വര രത്നാഭരണാദികളും കൊടുത്തു പുരോഹിതൻ തന്നെയും അയച്ചിതു പടുത്വമേറും യുധാജിത്തു കേകേന്ദ്രവൻ. അവനും അയോധ്യ പുക്കവയെല്ലാമേ അവനീപതീന്ദ്രനു കൊടുത്തു കണ്ടിടിനാൻ. അവയെല്ലാമേ പരിഗ്രഹിച്ചു നരാധിപൻ അവനെ വഴിപോലെ പൂജിച്ചു സമ്മാനിച്ചാൻ. സാദരം അവനോട് ചോദിച്ചു രഘുപതി, മാതുലൻ സുഖേന വാഴുന്നിതോ രാജ്യത്തിങ്കൽ എന്നൊന്ന് വിശേഷിച്ചു ചൊല്ലി വിട്ടതുമെല്ലാം സന്തോഷത്തോടു ഭവാൻ എന്നോട് ചൊല്ലിയിടണം എന്നതു കേട്ട പുരോഹിതന് മുര ചെയ്തു നന്നായി സുഖേന വാഴുന്നിതു നൃപാധിപൻ. ചൊല്ലിവിട്ടവസ്ഥകൾ കേട്ടാലുമെങ്കിൽ ഭവാൻ വല്ലഭമേറെയുള്ള ഗന്ധർവപ്രവരന്മാർ പൂർവസാഗര തീരെ ശൈലൂഷതനയന്മാർ മേവിനാർ 3 കോടി പടയുമായി നിത്യം. അവരെ യുദ്ധം ചെയ്തു ജയിച്ചിടുകിലിപ്പോൾ അവിടം ഒരു രാജ്യമാക്കി വാണിടാമല്ലോ. മന്നവറും മന്നനതു കേട്ട് സന്തോഷത്തോടും തന്നുടെ സഹജനാം ഭരതനോട് ചൊന്നാൻ. പോകണം ഭവാനർത്ഥ പുരുഷകാരത്തോടും കേകേ രാജ്യത്തിന്നീ താപസവരരോടും ധീരന്മാരായ സേനാപതി വീരന്മാരോടും വാരണവാജിരഥ കാലാളാം പടയോടും അർത്ഥവും വേണ്ടുവോളം കൊണ്ടുപോയി കൊള്ളുക വേണം. യുദ്ധം ചെയ്താശു ഗന്ധർവന്മാരെ നിഗ്രഹിച്ചാൽ തക്ഷകനെയും തഥാ പുഷ്കലനെയും തത്ര ശിക്ഷിച്ചു 2 രാജ്യത്തിങ്കലും വാഴിച്ചു നീ. വൈകാതെ വന്നിടുക പുത്രന്മാരിരുവർക്കും കേകേന്മാരെ തുണയാക്കി പോരിക ഭവാൻ. ഗന്ധർവ നിഗ്രഹം. ഭൂപതി തന്നെ തൊഴുതന്നേരം ഭരതനും ശോഭനമായ മുഹൂർത്തം കൊണ്ട് പുറപ്പെട്ടാൻ. പക്ഷികൾ മൃഗങ്ങളും ഭൂതപൈശാചങ്ങളും ഭക്ഷണാർത്ഥികൾ കൂടെ മുൻപിലെ നടകൊണ്ടാർ. കേകേ രാജ്യം ചെന്നു പുക്കിതു ഭരതനും ഭഗിനീതനേനെ പുണർന്നാൻ യുധാജിത്തും തന്നുട പടയോടും കൂടവേ പുറപ്പെട്ടാൻ. ചെന്ന് ഗന്ധർവന്മാരോടേറ്റിതു മഹാബലം 7 അഹോരാത്രം ഒരുപോലെ യുദ്ധവും ചെയ്തു കോഴ പൂണ്ടിതു പടയ്ക്കന്നേരം ഭരതനും. കാരാസ്ത്രം പ്രയോഗിച്ച് ഗന്ധർവന്മാരെ എല്ലാം കാലമന്ദിരം പ്രാപിപ്പിച്ചിതു ലഘുതരം. ഒടുങ്ങി 3 കോടി പടയും ഗന്ധർവന്മാർ
അടങ്ങി രാജ്യം 2 കോട്ടയും അതുകാലം. 5 സംവത്സരം കൊണ്ടു രാജ്യശിക്ഷയും ചെയ്തു. കിഞ്ചന ഭയം വിനാ പുത്രന്മാരെയും തത്ര വാഴിച്ചു ഫലമേൽപ്പിച്ചു താനും. ഘോഷിച്ചു പുറപ്പെട്ടു വന്ന അയോധ്യയും പുക്കാൻ. രാമചന്ദ്രനെ കണ്ടു വന്നിച്ചു വൃത്താന്തങ്ങൾ ആമോദം വരുമാറു കേൾപ്പിച്ചാനഖിലവും. അംഗദനെയും കേതുവാമവനെയും എങ്ങനെ വാഴിക്കാവോ ചൊല്ലുവിനെന്ന നേരം. മതിമാൻ അംഗദനെ വാഴിക്കാമിനി താരാപതമാം അവനിലെന്നിതു ഭരതനും. ചന്ദ്രകേതുവിനെയും വാഴിക്കാമല്ലോ പിന്നെ ചന്ദ്രകാന്തത്തിങ്കൽ നിർമ്മിച്ചോരു പുരവരെ. എങ്കിലോ താരാപതേ വാഴിക്കെന്നഭിഷേകം അംഗദൻ തനിക്കും ചെയ്തരുളി ചെയ്തു നാഥൻ. മംഗലം വരുമാറു പശ്ചിമദിശി ഭവാൻ അംഗദനെയും കൊണ്ടുപോക സൗമിത്രേ ശീഘ്രം. ചന്ദ്രകാന്താഖ്യദേശേ വാഴുകന്നഭിഷേകം ചന്ദ്രകേതുവിനു ചെയ്തിടിനാൻ ജഗന്നാഥൻ. ഉത്തരദിശി പോക ഭരതനിവനുമായി സത്വരം കാര്യം സാധിച്ചത്രൈവ വന്നിടു നീ. യുദ്ധമാജ്ഞാപിച്ചയച്ചോരളവിരുവരും ബന്ധമോദേന പുറപ്പെട്ടിതു പടയുമായി. ഏകവത്സരം കൊണ്ടു സാധിച്ചു കാര്യങ്ങളും സാകേതപുരിപുക്കു ഭരതനനുജനും. കാകുൽസ്ഥനാരജന്മാരായ അയോധ്യയിൽ ഭോഗത്തോടിരുന്നിത് പിന്നെയും അനേകന്നാൾ. അക്കാലം യമൻ മുനിവേഷമായി വന്നിടിനാൻ ചൊൽകൊള്ളും അയോധ്യയിൽ രാമചന്ദ്രനെ കാൺമാൻ. ഗോപുരദ്വാരത്തിങ്കൽ ചെന്ന് നിന്നതുകാലം താപസൻ സൗമിത്രിയെ കണ്ടുടനറിയിച്ചാൻ. ഞാനൊരു മഹാമുനി ശ്രേഷ്ഠൻ തന്നെ ദൂതൻ മാനവേന്ദ്രനെ കാൺമാനായി വന്നേനറിഞ്ഞാലും ഭൂപതി തന്നോടത് ചെന്നറിയിക്കയെന്ന് താപസൻ പറഞ്ഞത് കേട്ടു ലക്ഷ്മണൻ ചെന്നു സംഭ്രമത്തോടെ ഉണർത്തിച്ചതു കേട്ട നേരം. സംപ്രീതി പൂണ്ടു ചെന്നു വന്നിച്ചു മുനീന്ദ്രനെ എന്തഭിമതമെന്നു ചൊൽകെന്നു കേട്ട നേരം. സന്തോഷത്തോടു പറഞ്ഞിടിനാൻ മുനീന്ദ്രനും ആരും കൂടാതെ തമ്മിൽ തന്നെ മന്ത്രിക്ക വേണ്ടും. കാര്യമുണ്ടതിന് നീയൊന്നു ചെയ്യുക വേണം. ഓരോന്നു തമ്മിൽ പറഞ്ഞിരിക്കുന്നതിൻ മധ്യേ ആരാനും വരികിൽ നീ അവരെ വധിക്കണം എന്നതെന്നോടു സത്യം ചെയ്കിൽ ഞാൻ അഖിലവും വന്ന കാര്യങ്ങൾ പറഞ്ഞിടുവൻ ധരാപതേ. എന്തതിനൊരു ദണ്ഡമതു ഞാൻ ചെയ്തിടുവൻ ചിന്തിതമെന്നോടറിയിച്ചാലും വൈകിടാതെ. ലക്ഷ്മണ നീ താൻ തന്നെ ഗോപുരദ്വാരത്തിങ്കൽ നിൽക്കണമിത്താവസൻ പോവോളം ഒരുത്തരും മുന്നോട്ടു കടന്നു വന്നിടാതെ നിർത്തിയിടേണം. അങ്ങനെ തന്നെ എന്ന് ലക്ഷ്മണനു ഉര ചെയ്താൻ. ഗോപുരദ്വാരേ ചെന്നു നിന്നിതു സൗമിത്രിയും താപസനോട് രഘുനാഥനും ഉര ചെയ്താൻ. മന്ത്രശാലയിൽ പോക വിജനത്തിങ്കൽ തവ ചിന്തിതമെല്ലാം എന്നോടറിയിക്കയും വേണം. താപസൻ താനും രഘുനാഥനോടറിയിച്ചാൻ. ഭൂപതേ കേട്ടുകൊള്ളുക ഞാൻ വന്ന കാര്യമെല്ലാം. ധർമ്മതൽപരനായ ധർമ്മരാജൻ ഞാനിഹ ബ്രഹ്മാവിൻ നിയോഗത്താൽ വന്നിതെന്നറിഞ്ഞാലും ബ്രഹ്മാവിനരുളപ്പാടെല്ലാമേ ചൊല്ലാമല്ലോ. ചിന്മയനായ ഭവാനാദികാലത്തു മുതാ സർവലോകങ്ങളെയും തങ്കലേ അടക്കിക്കൊണ്ടവ്യയനായ ഭവൻ നാഭിപങ്കജത്തിങ്കൽ എന്നെയും നിർമ്മിച്ചുടനനന്താകൃതി പൂണ്ട പന്നകമായ തൽപേ പള്ളി കൊള്ളുന്ന നേരം. തന്നെ കർണമലം കൊണ്ടു നിർമ്മിച്ചിടിനാൻ ഉന്നതന്മാരാം മധുകൈടവാസുരന്മാരെ യുദ്ധം ചെയ്ത് 5000 ദിവ്യവത്സരത്തിനാ യുദ്ധമെന്മാരെ വധിച്ചവർകൾ മേധസിനാൽ. മേദിനി തന്നെ നിർമ്മിച്ചോരനന്തരം ഭവാൻ ധാതാവാമെന്നെ കൊണ്ട് നിർമ്മിപ്പിച്ചതു പിന്നെ. നാനാജന്തുക്കളെയും ഈ 7 ലോകങ്ങളും മാനമോടവറ്റെ താങ്ങുന്നതൊന്നിതാനല്ലോ. ഓരോരോ തരം അവതാരം ചെയ്ത് ഇന്ദ്രാദികൾക്ക് ഓരോരോ തരമുണ്ടാം ആപത്തു തീർത്തുകൊണ്ടും ധർമ്മത്തെ സ്ഥാപിച്ച ധർമ്മങ്ങളെ ക്ഷയിപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യിപ്പിച്ച് രക്ഷിക്കുന്നതും ഭവാൻ. ഇക്കാലം ദശരഥപുത്രനായി പിറന്നുടൻ ഇക്ഷ്വാകുവംശത്തെയും വർദ്ധിപ്പിച്ചനുദിനം വത്സരം 11000 ചെന്നു ഭക്തവത്സലാകാലം ത്രേതായുഗമെന്നറിഞ്ഞാലും. മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ വസിച്ചതും മാനവവീര മതിയെന്നും ധാതാവിൻ മതം. ബാലന്മാർ താതനോട് പറയും വണ്ണം ഞാൻ ഈ കാലദേശാവസ്ഥകൾ ചൊന്നതു ധരിച്ചാലും ധാതാവു മുന്നം അപേക്ഷിച്ച കാര്യങ്ങളെല്ലാം
സാധിച്ചിതിപ്പോൾ അവതാര കാര്യങ്ങൾ നാഥ. വൈകുണ്ഠലോകത്തിങ്കൽ എഴുന്നള്ളുവാൻ കാലം വൈകരുതെന്ന് താതാ ചൊൽകയാൽ വന്നു ഞാനും. എന്നുടെ മനസ്സിലുമുണ്ടിത് പിതൃപതേ, വന്നിടുന്നുണ്ട് കാലം വൈകാതെ ഞാനും നൂനം. എന്നിവ തമ്മിൽ പറഞ്ഞിരിക്കുന്നതിൻ മധ്യേ വന്നിത് ദുർവാസാവും ഗോപുരദ്വാരത്തിങ്കൽ. ലക്ഷ്മണനോട് മുനിമുഖ്യനും അരുൾ ചെയ്തു, ലക്ഷ്മി വല്ലഭൻ തന്നെ കാൺമാനായി ഞാനുമത്ര നിൽക്കുന്നതെന്ന് ചെന്ന് വൈകാതെ പറക നീ. സൽക്കരിപ്പതിനെന്നെ പാർപ്പിച്ചിടരുതേതും എന്നത് കേട്ടു ഭീതി പൂണ്ടു ലക്ഷ്മണൻ ചൊന്നാൻ, ഇന്നഭിമതമെന്തെന്നരുളി ചെയ്കേ വേണ്ടു, അല്ലായെങ്കിൽ മുഹൂർത്തം നിന്നരുളിയിടുക വേണം. അല്ലലുണ്ടഗ്രജനു കാൽക്ഷണം കാലം പോറ്റി എന്നത് കേട്ടു മുനികോപം പൂണ്ടരുൾ ചെയ്തു, ഇന്നിനി പാർപ്പാൻ എനിക്കില്ല അവസരമേതും. ഭൂപതി തന്നെ കാൺമാനില്ല അവസരമെങ്കിൽ ശാപത്താൽ മുടിപ്പൻ ഞാൻ ഭാനുവംശത്തെ എല്ലാം. എന്നതു കേട്ട നേരം സൗമിത്രി വിചാരിച്ചാൻ, ഇന്ന് ഞാൻ മൂലം മുടിഞ്ഞിടരുതല്ലോ വംശം. വംശനാശത്തിനല്ലോ ഞാനേകൻ മരിപ്പതും സംശയമില്ലെന്നോർത്തു സൗമിത്രി പുറപ്പെട്ടാൻ. രാമേന്ദ്രനെ കണ്ടു തൊഴുതു ചൊല്ലിയിടിനാൻ, വാമദേവാംശോത്ഭൂതൻ താപസൻ അത്രിപുത്രൻ ഗോപുരദ്വാരത്തിങ്കലുണ്ടു നിൽക്കുന്നു കാൺമാൻ. താപസോത്തമൻ തന്നെ ചെന്നു വന്നിച്ചിടണം. യുദ്ധമാകർണ്യകാലനാകിയ മുനി തന്നെ സത്വരം പോകെന്നുടൻ അറിയിച്ചു പുറപ്പെട്ടാൻ. അത്രിപുത്രനെ തൊഴുതെന്തഭിമതമെന്ന് ചിത്തമോദേന ചോദിച്ചളവു ചൊന്നാൻ മുനി. 1000 സംവത്സരമുണ്ട് ഞാൻ അനശനായിരിക്കുന്നു, പുനരിന്നതിന്നവസാനം ധാരണം ചെയ്തിടണം ഇന്നതിനെനിക്കിപ്പോൾ. പാരാതെ തരിക നീ ഭോജനമെന്ന നേരം. കഷ്ടമായെന്നം കൊടുത്തിടിനാൻ നരേന്ദ്രനും, തുഷ്ടി പൂണ്ടിതു മുനി തൃപ്തനായതു നേരം. ലക്ഷ്മണ പരിത്യാഗം. ആശീർവാദവും ചൊല്ലിപ്പോയതു മുനീന്ദ്രനും, ആശുമാനസേ ചിന്തിച്ചിടിനാൻ നരവധി. നമ്മിലെ സംവാദങ്ങൾ കഴിഞ്ഞുകൂടും മുൻപേ നമ്മുടെ മുൻപിൽ വരുന്നവരെ വധിപ്പൻ ഞാൻ എന്ന് താപസനോട് സത്യവും ചെയ്താനല്ലോ. വന്നിഹ പറഞ്ഞത് ലക്ഷ്മണനല്ലോ താനും. എങ്ങനെ ഇവനെ ഞാൻ കൊല്ലുന്നു നിരൂപിച്ചാൽ മംഗലമല്ല സത്യലംഘനം ചെയ്യുന്നതും. എന്നുടെ പരിതാപം കണ്ടാലും അയ്യോ പാപം എന്നു ഖേദിച്ചിടിനാൻ മാനവപ്രവരനും. ആനനാബ്ജവും കുമ്പിട്ടാദിയും മുഴുത്തതി ദീനനായി മരുവീടും അഗ്രജൻ തന്നെ കണ്ട് സന്തുഷ്ടഭാവത്തോടും സുമിത്രാപുത്രൻ ചൊന്നാൻ, സന്താപമെന്നെ കുറിച്ചുണ്ടായിട്ടൊടല്ല നാഥ, സത്യത്തെ രക്ഷിച്ചു കൊൾകെന്നെ നിഗ്രഹിച്ചു നീ. ചിത്തത്തിലെന്നിലൊരു കാരുണ്യമുണ്ടാകുല, യുദ്ധമോരോന്നേ സുമിത്രാത്മജൻ ചൊല്ലും തോറും എത്രയും വളർന്നിതു സന്താപം മേൽക്കുമേലേ. മന്ത്രികളെയും കുലാചാര്യാദി ജനത്തെയും തൻ തിരുമുൻപിൽ വരുത്തി പറഞ്ഞിതു നൃപൻ. സന്താപമൂലമെല്ലാം കേട്ടൊരു വസിഷ്ഠനും ചിന്തിച്ചു നരേന്ദ്രനോടന്നേരമരുൾ ചെയ്താൻ, സത്വരം സൗമിത്രിയെ വധിച്ചു പാലിക്ക നീ. സത്യത്തെ അല്ലെന്നാകിൽ മറയും ധർമ്മമെല്ലാം, ധർമ്മനാശത്താൽ ജഗത്രയവും മുടിഞ്ഞുപോം. നിർമ്മലൻ ദശരഥൻ നിന്നുടെ താതൻ മുന്നം പുത്രസ്നേഹത്തെ ഉപേക്ഷിച്ചു പാലിച്ചാനല്ലോ. സത്യത്തെ അതുമൂലം തനിക്കു ദുഃഖത്തിനായി മൃത്യു വന്നതും പുനരെന്നതു ധരിക്ക നീ. പൃഥ്വിപാലന്മാരായാൽ സത്യത്തെ രക്ഷിക്കണം, പുത്രധാരാർത്ഥികളോട് വേർപെട്ടിടാതെ ഈ ത്രിലോകത്തിലാരുമില്ലെന്നു ധരിച്ചാലും. സോദരസ്നേഹം തവ പാരമുണ്ടെന്നറിഞ്ഞു ഞാൻ, സാദരമെന്നാകിലും സത്യത്തെ രക്ഷിക്കണം എന്നവരവർ പറയുന്നതു കേട്ട നേരം തന്നുള്ളിൽ വളർന്നൊരു ദുഃഖത്താൽ നരേന്ദ്രനും, പോക സൗമിത്രേ ഭവാൻ നിന്നെ ഞാൻ ഉപേക്ഷിച്ചേൻ. ത്യാഗവും വധവുമൊക്കും നിരൂപിച്ചു കണ്ടാൽ ജീവനമായ നിന്നെ ഇന്നുപേക്ഷിച്ചു ഞാനും. ജീവിച്ചു വാണിടുമോ ഭൂമിയിലെത്ര കഷ്ടം, അറ്റമില്ലാതെ വിഷാദത്തെ പൂണ്ടത് കണ്ട് മറ്റുള്ള ജനങ്ങളും എത്രയും ദുഃഖം പൂണ്ടാർ.
അഗ്രജന്മാരെ തൊഴുതാചാര്യപാദാബ്ജവും അഗ്രേ വീണുടൻ നമസ്കരിച്ചു പുറപ്പെട്ടാൻ. ചെന്നിരുന്നിതു മഹാസരയൂ നദീതീരെ തന്നുള്ളിൽ ബ്രഹ്മധ്യാനമുറച്ചു യോഗത്തോടെ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തേറ്റം പുകഴ്ത്തിനാർ. ദേവേന്ദ്രൻ വിമാനവുമായി വന്നാനതു നേരം സുമിത്രാത്മജനെയും വ്യോമയാനത്തിലേറ്റി അമർത്യാലയത്തിങ്കൽ സുഖിച്ചു വസിപ്പിച്ചാൻ. ആതിഥേയന്മാരെല്ലാം പ്രീതന്മാരായപ്പോൾ ആദിനാഥനുമെഴുന്നള്ളുമെന്നോർത്തു ഭക്ത്യാ. ആതിഥേയന്മാരെല്ലാം പ്രീതന്മാരായപ്പോൾ ആദിനാഥനുമെഴുന്നള്ളുമെന്നോർത്തു ഭക്ത്യാ. സ്വർഗാരോഹണം. അക്കഥ കേട്ടു രഘുനാഥനും അമാത്യന്മാരൊക്കവേ വരികെന്നു വിളിച്ചു വരുത്തിനാൻ. ഞാനിനി ഇവിടെ വാഴ്കെന്നുള്ളതില്ല നൂനം. ആനന്ദം പൂണ്ടു സുമിത്രാത്മജൻ സ്വർഗം പുക്കാൻ. വൈകാതെ ഞാനും അവിടെ പൊക്കു വസിക്കുന്നേൻ. കൈകേയി സുതൻ തന്നെ വാഴുക ധരാതലം. അന്നേരം പൗരന്മാരും അനുജൻ ഭരതനും മന്നവനുടെ കാൽക്കൽ വീണുടൻ വണങ്ങിനാൻ. കണ്ണുനീർ വാർത്തു വാർത്തു ചൊല്ലിനാൻ ഭരതനും, എന്നെ നിന്തിരുവടി വെടിയാതിരിക്കണം. നിന്തിരുവടി നരകം തന്നിൽ വസിക്കലും സന്തതം വാനോർപുരി തന്നിലെ വസിക്കലും. പിരിഞ്ഞു വാണിടുവാൻ വിധിച്ചിടരുതെന്നെ, പിരിഞ്ഞാൽ പൊറുതിയിൽ അടിയനൊരിക്കലും. ശത്രുഘ്നൻ തന്നോടിക ചെന്നറിയിക്കയെന്ന് സത്വരം ദൂതന്മാരെ അയച്ചു ഭരതനും. മാനവപ്രവരനുണ്ടായ ദുഃഖത്തെ കേട്ടു ഭാനുപുത്രാദി കപിവീരന്മാരൊക്കെ വന്നു. രാക്ഷസ സൈന്യത്തോട് വന്നിതു വിഭീഷണൻ. സാക്ഷാൽ ശ്രീരാമചന്ദ്രപാദങ്ങൾ വണങ്ങിനാൻ. അന്നേരം പൗരന്മാരായുള്ളവർ തെരുതെരെ വന്നവനീശൻ തന്നെ വന്നിച്ചിടിനാർ. അന്നേരം വസിഷ്ഠനും നൃപനോടരുൾ ചെയ്തു, ഇന്നിനി ഇവർ ദുഃഖം തീർക്ക നീ കൃപയാലേ. സന്തുഷ്ടനായ നൃപ അവനോടരുൾ ചെയ്താൻ, എന്തഭിമതം നിങ്ങൾക്കെന്നത് ചൊല്ലിയിടുവിൻ. നിന്തിരുവടിയോടു കൂടെ പോരുന്നു ഞങ്ങൾ, ചിന്തിച്ചാൽ പിരിഞ്ഞു വാണിടുവാനില്ല ധൈര്യം. പുത്രധാരാദികളോടൊന്നിച്ചു പോരുന്നതും ഭക്തവത്സല മുടക്കിയിടലാദയാനിധേ. എങ്കിലോ നിങ്ങൾ കൂടെ പോന്നു കൊണ്ടാലും ഒരു സങ്കടമതിൻ മൂലം നിങ്ങൾക്കുമുണ്ടാകേണ്ട. ഭൂദേവന്മാരും മുനീന്ദ്രന്മാരുമായി പിന്നെ മോദേന കുശലവന്മാർക്ക് അഭിഷേകം ചെയ്തു. നാലങ്കപ്പടയോടും ധനരത്നാദികളും ബാലന്മാർക്ക് അനവധി കൊടുത്തു രാമചന്ദ്രൻ. ഗാഠമായി ആശ്ലേഷിച്ചു ചുംബിച്ചു നെറുകയിൽ ഗൂഢമായി സീതാദേവി തന്നെ ഓർത്തിതു രാമൻ. ശത്രുഘ്നൻ അതുകാലം ദൂതവാക്യങ്ങൾ കേട്ടു പുത്രന്മാരെയും ഓരോ രാജ്യേ വാഴിച്ചു. ബഹുവിത്തവും ചതുരംഗസേനയും നൽകി പുനരത്തലെന്നിയെ വാഴ്വിനെന്നനുഗ്രഹിച്ചിതു. പിന്നെ വേഗേന ചെന്നു രാഘവൻ തന്നെ തൊഴുതെന്നെയും കൂടെ കൊണ്ടുപോകണമെന്നു ചൊന്നാൻ. നീ കൂടെ പോന്നാലുമെന്നരുളി ചെയ്തു നാഥൻ. ആകുലമകന്നിതു സുമിത്രാതനയനും. വാനവന്മാരും രാക്ഷസവീരന്മാരും മാനവേന്ദ്രനെ വന്നു വന്ദിച്ചാരതുകാലം. എഴുന്നള്ളത്തവിടേക്ക് നിന്തിരുവടി ഞങ്ങളെ കൂടെ കൊണ്ടുപോകണം മടിയാതെ. അന്നേരം വിഭീഷണൻ തന്നോട് രഘുപതി നന്ദിച്ചു വിളിച്ചരുൾ ചെയ്തിതു മധുരമായി. ആദിത്യചന്ദ്രന്മാരും ആകാശഭൂമികളും യാതൊരു കാലമുള്ളൂ കേവലമത്ര നാളും. ലങ്കയിൽ നിശാചര രാജനായി വാഴ്ക ഭവാൻ. സങ്കടം വിശ്വത്തിനുമുണ്ടാകയില്ല എന്നാൽ. പിന്നെ മാരുതി തന്നോടരുളി ചെയ്തു നാഥൻ, മുന്നമേ എന്നോടപേക്ഷിച്ചതില്ലയോ ഭവാൻ. എത്ര നാളേക്കു രാമചരിതമുള്ളൂ ഭുവി, അത്ര നാളേക്കും ജീവിക്കണം ഞാനെന്നിങ്ങനെ. നീ എന്നോടർത്ഥിച്ചതിനന്തരം വന്നിടാതെ വാഴുക പിന്നെ ബ്രഹ്മപദവും പ്രാപിച്ചാലും. ധന്യാത്മാവായ വിഭീഷണനും ഹനുമാനും ഇന്നു ഞാൻ ചൊന്നവണ്ണം വാഴുവിനെല്ലാ നാളും. എന്നോടുകൂടെ പോന്നു കൊള്ളുക മറ്റെല്ലാരും എന്നത് കേട്ടു സുഖമായതെല്ലാവർക്കും. അപ്പോൾ യുദ്ധമോരോന്നേ പറഞ്ഞിരുന്നു പുലർന്നിതു
നിത്യാചാരവും ചെയ്തു രാമചന്ദ്രനും അപ്പോൾ ഗുരുവാം വസിഷ്ഠനോടഗ്നി കൈക്കൊള്ളുകയെന്ന് പുരുഷോത്തമൻ താനും പറഞ്ഞു യഥാവിധി. കർമ്മങ്ങൾ ചെയ്തു മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ ധർമ്മേണ നടന്നു മുമ്പിൽ ചിലർ വേദങ്ങളോട് മഹാമന്ത്രങ്ങൾ ശക്തികളും സോദരാമാത്യ പുരാങ്കനമാർ പൗരന്മാരും മാനുഷ നിശാചര വാനരവരന്മാരും ആദരിച്ചയോധ്യയിൽ വാഴുന്ന ജനങ്ങളും പക്ഷികൾ പശുക്കളും മൃഗജാതികൾ മറ്റും രക്ഷിതാവായ രഘുനാഥനോടൊക്കെ പോയാർ. ഭാഗ്യമെത്രയും നമുക്കില്ലിതിന്മീതെയൊരു സൗഖ്യമെന്നോർത്തു സകല പ്രാണികളുമെല്ലാം രാമഭദ്രസ്വാമി തന്നോടുകൂടൊക്കെ തന്നെ ശ്രീമയമായ സരയൂ തീരം പുക്കാരല്ലോ. അന്നേരം അവിടെ 4.5 നാഴിക നേരം നിന്നിതു പരനേകാത്മാവായ നാരായണൻ. അന്നേരം അവിടെ 4.5 നാഴിക നേരം നിന്നിതു പരനേകാത്മാവായ നാരായണൻ. സകല ജഗന്മയനാകിയ സനാതനൻ ജഗതി നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സൊടും നിന്നരുളുന്ന നേരം അംബുജാസനൻ അത്ര വന്നിതു വിമാനങ്ങൾ തോറും ദേവകളുമായി. ബ്രഹ്മാവിന്റെ സ്തുതി. ഭക്തി കൈക്കൊണ്ടു പിന്നെ സ്തുതിച്ചു തുടങ്ങിനാർ. ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കും നാഥാജയ. അമ്പുതി മധ്യേ പള്ളി കൊള്ളുന്ന നാഥാജയ. അംബുജത്തിങ്കൽ എന്നെ നിർമ്മിച്ച നാഥാജയ. യുദ്ധത്തിനടുത്തൊരു മധുകൈടഭന്മാരെ ബന്ധരോഷേണ കൊന്നുമുടിച്ച നാഥാജയ. ദൈത്യന്മാരുടെ മഹാമേധസ്സു കൊണ്ടു തന്നെ ധാത്രിമണ്ഡലത്തെയും നിർമ്മിച്ച നാഥാജയ. ധാത്രിയിൽ എന്നെ കൊണ്ടു സകല ജന്തുക്കളെ പേർത്തു നിർമ്മിച്ചൊരു പരമാത്മാവേ ജയ. കാലത്താൽ പ്രപഞ്ച സംഹാരം ചെയ്യുവതിനായി നീലലോഹിതനായും വാണിയിടും നാഥാജയ. ഭൂപതി സത്യവ്രതാനുഗ്രഹത്തിനു മത്സ്യരൂപത്തെ പരിഗ്രഹിച്ചൊരു രാഘവജയ. മന്ദരമുയർത്തുവാൻ കൂർമ്മമായി അവതരിച്ചിന്ദ്രാദിദേവകളെ പാലിച്ച നാഥാജയ. ഹിരണ്യാക്ഷനെ കൊൽവാൻ അതിസൂകരമായി ധരണീദേവി തന്നെ രക്ഷിച്ച നാഥാജയ. ഹിരണ്യകശിപുവാം അസുരേന്ദ്രനെ കൊൽവാൻ നരസിംഹാകാരനായി ചമഞ്ഞ നാഥാജയ. 3 ലോകവും മഹാബലിയോടർത്ഥിച്ചുടൻ 3 അടിയായി അളന്ന വാമനമൂർത്തേ ജയ. ധരണീന്ദ്രന്മാരായ ദുഷ്ടരെ വധിപ്പാനായി പരശുരാമനായി പിറന്ന നാഥാജയ. രാവണൻ തന്നെ കൊൽവാൻ രാമനായി പിറന്നിപ്പോൾ ദേവകൾ തന്നെ പരിപാലിച്ച നാഥാജയ. വസുദേവാത്മജനായി ഇനിമേൽ ബലനായി വസുധാഭാരം തീർക്കും രേവതിപതേ ജയ. ദേവഗീതനേനായി കൃഷ്ണനായി പിറന്നിനി സേവകന്മാർക്കു മുക്തി കൊടുക്കും നാഥാജയ. ഖഡ്ഗവും ധരിച്ചിനി കലികാലാന്തത്തിങ്കൽ കൽക്കിയായി ദുഷ്ടവധം ചെയ്തിടും നാഥാജയ. നിഷ്കളനായ തവ തത്വത്തെ നിരൂപിച്ചാൽ ഉൾക്കമലത്തിലറിയാവതല്ലൊരുവർക്കും. സൽഗതിയടുത്തവനാചാര്യരൂപം കൈക്കൊണ്ടുൽക്കാമ്പിൽ നാനാഭേദഭ്രമവും തീരും വണ്ണം സത്യമായുള്ള വസ്തു കാണുന്നൊരുപദേശം ഭക്തനാം ശിഷ്യനറിയിച്ചാൽ കണ്ടിടാമത്രേ. സകല ശരീരികളുള്ളിലും ജീവാത്മാവായി സുഖബോധകമായ പരമാത്മാനം പരം സുഖബോധകമായ പരമാത്മാനം പരം അറിഞ്ഞു പുകഴ്ത്തുവാനില്ല വല്ലഭം വിശ്വം നിറഞ്ഞു മരുവീടും പുരുഷോത്തമജയ. ഇക്കാലം ദശരഥപുത്രനായ അയോധ്യയിൽ വിഖ്യാത കീർത്തിയാരാമനായ മാധവജയ. വിശ്വരക്ഷാർത്ഥം പിന്നെ ലക്ഷ്മണനോടും കൂടി വിശ്വാമിത്രന്റെ പിമ്പേ പോയ രാഘവജയ. കാടകം പൂക്ക ശേഷം വിശ്വാമിത്രന്റെ ചൊല്ലാൽ താടക തന്നെ കൊല ചെയ്ത രാഘവജയ. വേഗേന സിദ്ധാശ്രമം പൂക്കു കൗശികനുടെ യാഗവും പരിപാലിച്ചിരുന്ന നാഥാജയ. വിശ്വാമിത്രോക്ത്യ പുനരഹല്യാശാപം തീർത്തു വിശ്വനായക ചാപം ഖണ്ഡിച്ച നാഥാജയ. സീതാവല്ലഭനായി പോരുമ്പോൾ മധ്യേ മാർഗം പ്രീതനായി ഭാർഗവനെ ജയിച്ച രാമജയ. ബന്ധുവർഗവുമായി ചെന്ന അയോധ്യയിൽ പുക്കു പന്തീരാണ്ട് ആനന്ദിച്ചു വസിച്ച നാഥാജയ.
ജനകനഭിഷേകത്തിന് ഭാവിച്ച നേരം ജനനി കൈകേയിയും മുടക്കി കളകയാൽ സീതയും അനുജനും താനുമായി വനം പൊക്കു മോദേന ചിത്രകൂടത്തിങ്കൽ മേവിന കാലം ഖേദിച്ചു താതൻ സ്വർഗം പുക്കാനെന്നത് കേട്ട് ഖേദിച്ചു ശേഷക്രിയ ചെയ്ത രാഘവജയ. ഭരതൻ തന്റെ ദുഃഖമടക്കി രാജ്യമെല്ലാം ഭരമേൽപ്പിച്ചു യാത്രയച്ചോരനന്തരം ദണ്ഡകാരുണ്യം പൂക്കു ദുഷ്ടനാം വിരാധനെ ഖണ്ഡിച്ചു മുനികളെ വന്ദിച്ച നാഥാജയ. താപസനായ സുതീഷ്ണനെയും വന്ദിച്ചുടൻ ശോഭ തേടിയിടും അഗസ്ത്യാശ്രമം പൂക്കശേഷം താപസോത്തമനാകും അഗസ്ത്യൻ കൊടുത്തൊരു ചാപവും ശരവും കൈക്കൊണ്ടുടൻ പുറപ്പെട്ടു ഗൗതമിയാകും നദി തന്നുടെ തീരത്തിങ്കൽ കൗതുകത്തോടു സുമിത്രാത്മജൻ ചമച്ചൊരു വർണ്ണശാലയിൽ ഭാര്യാസോദര സമേതനായി ദണ്ഡമിന്നിയെ സുഖിച്ചിരുന്ന നാഥാജയ. വന്നു കാമിച്ച രാത്രഞ്ചരിയാം ശൂർപ്പണഖ തന്നുടെ മൂക്കുമുലച്ഛേദനം ചെയ്ത ശേഷം വന്നു കാമിച്ച രാത്രിഞ്ചരിയാം ശൂർപ്പണഖ തന്നുടെ മൂക്കുമുലച്ഛേദനം ചെയ്ത മൂലം ക്രുദ്ധനായി 14 സഹസ്രം പടയോടും യുദ്ധത്തിനടുത്തൊരു കരനെ കൊല ചെയ്ത് പൊന്മാനായി വന്ന മാരീചാസുരനുടെ പിമ്പേ സമൂഹം പൂണ്ടുപോയ നേരത്ത് ദശാനനൻ വൈദേഹി തന്നെ കട്ടുകൊണ്ടുപോയ അവസ്ഥകൾ ഖേദേന ജടായു ചൊന്നതിനെ കേട്ട ശേഷം മരിച്ച പക്ഷിക്ക് ശേഷക്രിയകളും ചെയ്തു കരുത്തനായ കബന്ധന് സദ്ഗതി നൽകി ശബരി തന്നെ കണ്ടു വരവും കൊടുത്തുടൻ സപതി പമ്പാതീരം പുക്കതിശോകത്തോടും നടക്കുന്നേരം വായുപുത്രനെ കണ്ടുകിട്ടി പടുത്തു മൂടും അവൻ സുഗ്രീവൻ തന്നെ കാട്ടി സഖ്യവും ചെയ്യിപ്പിച്ചു ബാലിയെ വധം ചെയ്തു ദുഃഖേന ചതുർമാസ്യമിരുന്ന നാഥാജയ. 4 ദിക്കിലും നാനാവാനര പ്രവരന്മാർ കാലേ പോയന്വേഷിച്ചു ജാനകി ദേവി തന്നെ അങ്കുലീയവും ഹനുമാനുടെ കയ്യിൽ നൽകി അംഗദാദികളോടും തെക്കോട്ടു നടകൊണ്ടാർ പാതാളം തന്നിൽ സ്വയം പ്രഭയെ കണ്ടുകിട്ടി പ്രീതന്മാരായി ചെന്നു വാരിധി തീരം പൊക്കാർ സമ്പാദിവാച സമുദ്രം കടപ്പാനായി വായു സംഭവൻ മഹേന്ദ്രത്തിൻ മുകളിൽ കരേറിനാൻ വാരിധി ചാടിക്കടന്നാശു ലങ്കയിൽ ചെന്നു താരിൽ മാതിനു തിരുവാഴിയും കൊടുത്തുടൻ ചൂടാരത്നവും വാങ്ങിയിട്ട് ഉദ്യാന ഭംഗം ചെയ്തു പ്രൗഢതയോടുമുടൻ പോരിനു നേരിട്ടൊരു രക്ഷോവീരന്മാരെയും രാവണതനയനാമക്ഷകുമാരനെയും കൊന്നു രാവണനാകും ദുഷ്ടനെ കണ്ടു വൃത്താന്തം പറഞ്ഞിട്ട് ലങ്ക ചുട്ടു പൊട്ടിച്ചു വാരാനിധിയും കടന്നുടൻ തുഷ്ടി പൂണ്ടങ്കദാദി വാനരന്മാരുമായി വന്നിഷ്ടമോടാശു കണ്ടേൻ ദേവിയെ എന്നു ചൊന്ന മാരുതി തന്നെ പിടിച്ചാശ്ലേഷം ചെയ്തു ഗാഠം വാരിജാക്ഷിയെ ചിന്തിച്ചിരുന്ന നാഥാജയ. സുമുഹൂർത്തേന മഹാവാനരപ്പടയോടും സമരത്തിന് പുറപ്പെട്ട രാഘവജയ. ദക്ഷിണ സമുദ്രത്തിനുത്തര തീരം പൊക്കു രക്ഷോനാഥനും വിചാരം തുടങ്ങിനാനപ്പോൾ വന്നിങ്ങു കണ്ട വിഭീഷണനെ ലങ്കാനാഥനൻ അഭിഷേകം ചെയ്തു വാഴിച്ച നാഥാജയ. വരുണൻ വഴി നൽകാഞ്ഞടവുവില്ലും വാങ്ങി ശരവും തൊടുത്തപ്പോൾ അവനും ഭയപ്പെട്ടാൻ നളനെ കൊണ്ടു ചിറകെട്ടിച്ചു ഞാൻ താൻ വഴിയെന്തരാമെന്ന് വരുണൻ ചൊന്ന നേരം രാമനാഥനെ പ്രതിഷ്ഠിച്ചനുഗ്രഹം വാങ്ങി താമസിയാതെ നളനിട്ടൊരു ചിറതന്മേൽ മർക്കടപ്പടയോടും അക്കരെ കടന്നുടൻ രക്ഷോനായകൻ തന്നെ കൊന്ന രാഘവജയ. തൽക്ഷണേ വിഭീഷണൻ തന്നെ ലങ്കേശ്വരനെന്ന് രക്ഷോവീരന്മാരോടും വാഴിച്ച നാഥാജയ. അഗ്നിയിൽ മുഴുകി വന്നൊരു ജാനകിയായ പത്നിയെ പരിഗ്രഹിച്ചൊരു രാഘവജയ. സോദര നിശാചര വാനരപ്പടയുമായി വൈദേഹിയോടുകൂടെ പുഷ്പകം കരയേറി നന്ദി ഗ്രാമത്തിങ്കൽ വന്നിറങ്ങി ഭരതനെ നന്ദിപ്പിച്ചാശ്ലേഷം ചെയ്തൊരു രാഘവജയ. താപസ നിശാചര വാനരവരരോടും
താപങ്ങളകന്നൊരു സോദര വീരരോടും ഭൂദേവാസികളായ രാജ്യവാസികളോടും വൈദേഹിയോടും അയോധ്യാപുരമകമ്പുക്കു അഭിഷേകവും ചെയ്തു ബന്ധുവർഗത്തോടും ചേർന്ന് അഭിമോദേന രാജ്യം പാലിച്ച നാഥാജയ. കുംഭസംഭവൻ പറഞ്ഞമ്പോടു നിശാചര സംഭവമെല്ലാം അറിഞ്ഞോരു രാഘവജയ. മൈഥിലി തന്നെ അപവാദാശങ്കയ കളഞ്ഞാതങ്കമുള്ളിൽ മറച്ചിരുന്ന നാഥാജയ. സ്വർണം കൊണ്ട് അവൾ ഉടൽ നിർമ്മിച്ച് യാഗങ്ങളും ഒന്നൊന്നായി ചെയ്തു കീർത്തി പൊങ്ങിച്ച നാഥാജയ. അമ്മമാരുടെ ശേഷക്രിയകളെല്ലാം ചെയ്തു ധർമ്മദാനങ്ങൾ ചെയ്തു വസിച്ച നാഥാജയ. വാൽമീകിയുടെ ശിഷ്യരാകുന്ന കുമാരന്മാർ സൗമ്യന്മാരായ കുശലവന്മാർ ഗാനം ചെയ്ത ചിത്രമാം രാമായണമാകിയ കാവ്യം കേട്ടു ചിത്തസന്തോഷം പൂണ്ടു വസിച്ച നാഥാജയ. സത്യത്തെ രക്ഷിപ്പാനായി സൗമിത്രി തന്നെ ത്യജിച്ചെത്രയും ദുഃഖത്തോടെ വസിച്ച നാഥാജയ. മൈഥിലീതനയന്മാരാകിയ കുശലവന്മാരെയും ഓരോ ദിശി വാഴിച്ച നാഥാജയ. സോദരാമാത്യ നിശാചര വാനരരോടും സാദരമയോധ്യാവാസികളാം അവരോടും വന്നിഹ സരയൂതീരത്തിങ്കലിതുകാലം നിന്നരുളുന്ന രാമ രാഘവ ജയ ജയ. നമസ്തേ രാമ രാമ നമസ്തേ സീതാപദേ നമസ്തേ രഘുപദേ രാവണാന്തക ഹരേ. നമസ്തേ നാരായണ നമസ്തേ ലക്ഷ്മീപദേ നമസ്തേ ഭുവനൈകനായക കൃപാനിധേ. പരമാനന്ദമൂർത്തേ നമസ്തേ പരാത്മനേ പരബ്രഹ്മമേ പരം പുരുഷ നമോസ്തുതേ. ചതുരാനന ഇതി സ്തുതി ചെയ്തോരു നേരം മധുരസ്ഫടാക്ഷരമരുളി ചെയ്തു ദേവൻ. എന്നോടുകൂടി പോരും ജനങ്ങൾക്കെല്ലാവർക്കും വിണ്ണവരുടെ ലോകം കൊടുത്തിടുക വേണം എന്നത് കേട്ട് വിധാതാവരുൾ ചെയ്തിടിനാൻ. വന്നിഹ സരയുവിൽ മുഴുകിടുവിനെങ്കിൽ വാനരപ്രവരന്മാർ തങ്ങൾക്കു കാരണമാം വാനവരോട് ചെന്നു ചേർന്നിതു സമസ്തരും. മറ്റുള്ള ജനങ്ങളും അന്നേരം സരയുവിൽ തെറ്റൊന്നു മുഴുകിപ്പോയി ദിവ്യവേഷത്തെ പൂണ്ടാർ. പൂർവദേഹങ്ങളെല്ലാം ഉദകം തന്നിലാക്കി ദേവലോകവും പുക്കാർ സമസ്ത ജനങ്ങളും. വിഷ്ണുമൂർത്തിയും അനുജന്മാരോടൊരുമിച്ച് വിഷ്ണുലോകവും പൂക്കാനമരന്മാരുമായേ. മാനുഷർ നിശാചരർ പക്ഷികൾ മൃഗങ്ങളും വാനരർ പിപീലികാജാതികളിവയെല്ലാം രാഘവസ്വാമിയുടെ കാരുണ്യമുണ്ടാകയാൽ നാഗലോകവും പൊക്കു സുഖിച്ചാരെല്ലാവരും. ദേവകൾ സനകാദിമുനികൾ വിരിഞ്ചനും സേവിച്ചു ലക്ഷ്മീദേവി തന്നോടും ഭൂമിയോടും. യോഗേശനനന്ദനാം പള്ളി തൽപ്പത്തിന്മേലെ യോഗനിദ്രയും പൂണ്ടു ഭഗവാൻ നാരായണൻ. യോഗേശനനന്ദനാം പള്ളി തൽപ്പത്തിന്മേലെ യോഗനിദ്രയും പൂണ്ടു ഭഗവാൻ നാരായണൻ. രാമനാമത്തെ ജപിച്ചിടുന്ന ജനങ്ങളും രാമസായുജ്യം പ്രാപിച്ചിടുവോരെന്നു നൂനം. പാരിലുള്ള ജ്ഞാനികൾക്കറിയാൻ തക്കവണ്ണം ശ്രീരാമചരിതം ഞാൻ ഇങ്ങനെ ചൊല്ലിയിടിനേൻ. സജ്ജനമാനന്ദിച്ചു നൽകിയിടും അനുഗ്രഹം ദുർജനം ദുർഭാഷണം ബഹുമാനിച്ചിടേണ്ട. രാമചന്ദ്രസ്വാമി എൻ മനസ്സേ വസിക്കണം ശ്രീ മഹാലക്ഷ്മിയോടും അതിന്നു വന്നിക്കുന്നേൻ. രാമചന്ദ്രസ്വാമി എൻ മനസ്സേ വസിക്കണം ശ്രീ മഹാലക്ഷ്മിയോടും അതിന്നു വന്നിക്കുന്നേൻ. ഇങ്ങനെ പറഞ്ഞടങ്ങിയിടിനാൾ കിളിമകൾ തിങ്ങിനെ ഭക്തി പൂണ്ടു വസിച്ചാരെല്ലാരുമേ. ജയ് ശ്രീരാം.
ഓം നമോ നാരായണായ.